നമ്മുടെ ഇന്ത്യക്കെതിരെ കണ്ടേ വിദേശത്ത് നിന്ന് കണ്ടേ ഒരു പുന്നാര മോനെ കൈവരെ ഒരു കമന്റ് ഇട്ടേ. എന്തിന്റെ കമന്റ് ആണെന്ന് അറിയോ? പഹൽഗാം തീവ്രവാദി ആക്രമണത്തിലെ എറണാകുളം സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മരണത്തിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ് ഇതാ. ഈ ഒരു പുന്നാര മോനി കൈവരി മതം തനിക്ക് പിടിച്ച തീവ്രവാദി ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്. ഒരു വർഷമായിക്കണ് ഇട്ടാ, ഒരു വർഷമായിക്കണ്. പക്ഷേ കേരള പോലീസ് എന്ത് ചെയ്തില്ല, അതുങ്ങൾ വെറുതെ വിട്ടില്ല. ഇവനക്കെതിരെ പോലീസിൽ പോയിക്കാണ് കേസ് കൊടുത്ത ആളാണ് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി. അവരാണ് എന്ത് ചെയ്തത്, ഈ ഒരു തീവ്രവാദിക്ക് എതിരേക്കാണ് ഇവിടെ കേസ് കൊടുത്തത്. പോലീസ് അത് തർക്കം മാറ്റി ഇവിടെ കളഞ്ഞില്ല, കാത്തിരുന്ന് അവൻ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന് എയർപോർട്ടിൽ കാല് കുത്തിയതേ അവനക്ക് ഓർമ്മയുള്ളൂ. വീട്ടുകാരോ കുടുംബക്കാരോ കൂട്ടുകാരന്മാരോ ആരും എല്ലാം ഓന സിഗേക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. കേരള പോലീസാണ് ചെന്നത്. ഇവ പറഞ്ഞ വാക്കെന്താണ്, അവിടെയാണ് മൂർച്ച കൂടുതൽ. അഥവാ മുസ്ലിംസിനെ സംരക്ഷിക്കണം, ഹിന്ദു മതക്കാരെ മറ്റു മതക്കാരെ ആരും ഇവിടെ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണല്ലോ ഇവനെ ഒരു കമന്റ് ഇട്ടത്. ഇപ്പൊ യഥാർത്ഥത്തിൽ തീവ്രവാദികളാണ് ഇതാ ഇവരെ പോലെയുള്ള കൈവരികളാണ്. അല്ല, നിങ്ങൾക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റുമോ? ഇവിടെ എന്താ മുസ്ലിംസുകൾ മാത്രം ഇവിടെ ജീവിച്ചാൽ പോരല്ല, എല്ലാ മതക്കാർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അപ്പൊ ഇവരെ പോലെയുള്ള ആൾക്കാർ മതവിഷം മനസ്സിനുള്ളിൽ കുത്തിക്കയറ്റി കണ്ടേ അതിന്റെ ഒരു ഭ്രാന്തേക്കണം നടക്കുന്ന ആൾക്കാരാണ്. ഇതായാലും ഇവരെ പോലെ കുറെ മതവിഷം ചീറ്റിക്കണം നടക്കുന്ന കുറെ മനുഷ്യർ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇവിടെ ഉണ്ട്. മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു തീവ്രത ഉണ്ടല്ലോ, ആ തീവ്രതയാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇവനിവിടെ കാണിച്ചത്. ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങളെന്നൊന്നും ഇവിടെ പറയും. ഇവരെ പോലെയുള്ള ആൾക്കാരെ പെറ്റി പെരിക്കേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ടല്ലോ കൊലകളെ കൂടെയുള്ളൂ, ഇവിടെ കുറയൂല. കാരണം എന്താണെന്നറിയോ, ഇവരൊക്കെ ഇവിടെ നമ്മുടെ ഈ ഒരു ഇന്ത്യ രാജ്യം മറ്റു മതക്കാർ എല്ലാവരെയും കൊണ്ട് കൊന്നു കളഞ്ഞു കണ്ട് മുസ്ലിംസുകളെ മാത്രമാക്കി മാറ്റാനുള്ള ആ ഒരു തരത്തിലേക്കാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം ഇവിടെ ചിന്തിക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് ഒന്നാണ്, ഇവിടെ മുസ്ലിംസുകൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്, എല്ലാ മതക്കാർക്കും ഇവിടെ ജീവിക്കാം. ഇനി മതമുള്ളവരായാലും ശരി മതമില്ലാത്തവരായാലും ശരി നിരീശ്വരവാദികളായാലും ശരി ആരായാലും ശരി എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ഇവിടെ വിചാരിക്കണം എന്താണ്, മറ്റു മതക്കാർ ആരും ജീവിക്കാൻ പാടില്ല, മുസ്ലിംസുകൾ മാത്രം ജീവിക്കാൻ പാടുള്ളൂ എന്ന് ഇവനെ ഇങ്ങനെ ഇവിടെ വന്ന് കണ്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ അല്ലേ യഥാർത്ഥ തീവ്രവാദികൾ അല്ലേ?